തമിഴ്നാട്ടിൽ ട്രെയിൻ അട്ടിമറി ശ്രമമെന്ന സംശയം. സേലം പകുടം ചാവടി റെയിൽവേ സ്റ്റേഷൻ സമീപം ട്രാക്കിൽ ഇരുമ്പ് കമ്പികൾ കയറ്റിവെച്ചു. ഈറോഡ് ചെന്നൈ സെൻട്രൽ ഏർക്കാട് സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ കടന്നു പോകുന്നതിന് തൊട്ട് മുൻപായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കെ ബി ശ്രീധരനുണ്ട്. ശ്രീധരൻ, അട്ടിമറിയാണോ, അട്ടിമറി സംശയമാണോ ബലപ്പെടുന്നത്? എങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത്? ആരാണ് ആദ്യം? ശ്രീധരനിലേക്ക് എത്താം. ഈ ട്രെയിൻ അട്ടിമറി സംഭവങ്ങളൊക്കെ തന്നെ കേരളത്തിൽ നേരത്തെ നമ്മൾ കൊല്ലത്തൊക്കെ കണ്ടതാണ്. ഇതുപോലെയാണോ ഇനി അട്ടിമറിക്കുള്ള ശ്രമമാണോ നടന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. സേലം മകുടൻ ചാവടി റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ ഇരുമ്പ് കമ്പികൾ കയറ്റിവെക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട ഒരു ട്രെയിൻ, അതായത് ഈറോഡ് ചെന്നൈ സെൻട്രൽ ഏർക്കാട് സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ കടന്നു പോകുന്നതിന് തൊട്ട് മുൻപായിരുന്നു ഈ സംഭവം. കെ വി ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, അട്ടിമറി എന്ന സംശയം ബലപ്പെടുകയാണോ? തീർച്ചയായിട്ടും. അതായത് പാളത്തിൽ ഇരുമ്പ് റോഡുകൾ കൊണ്ട് വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഇതിനെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് ട്രെയിൻ നിർത്തിയതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. ഇന്നലെ രാത്രി 9:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. സേലത്തിന് സമീപം ശങ്കരി എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപത്തുള്ള മടുകൻ ചാവടി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനടുത്താണ് ഈ റെയിൽപാളത്തിൽ ഇങ്ങനെ ഇരുമ്പ് കഷ്ണങ്ങൾ കൊണ്ടുവച്ച് കണ്ടത്. ഏതായാലും ഈ സമയത്ത് ഈ ചെന്നൈയിലേക്കുള്ള ട്രെയിനായിരുന്നു, ഏർക്കാട് ട്രെയിനായിരുന്നു. ഇതിൽ ആണ് ഇങ്ങനെ അട്ടിമറി ശ്രമം ഉണ്ടായത്. സംഭവത്തിൽ പോലീസും അതുപോലെ തന്നെ റെയിൽവേയും വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മദ്രാസ് ഹൈക്കോടതിയിലെ 3 ജഡ്ജിമാരും ഈ ട്രെയിനിലുണ്ടായിരുന്നു. ഏതായാലും കോടതിയും ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്നുള്ള നിലപാട് റെയിൽവേ അറിയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഏതായാലും സംഭവത്തെക്കുറിച്ച് സദേൺ റെയിൽവേ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ